നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചോദിച്ച കേട്ടില്ലേ, എന്ത് കള്ളത്തരം കാണിക്കരുന്നു? കള്ളത്തരോ? രോഹിത് എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നേ? ആ ബാഗിൽ എന്താ കാണിച്ചേ? ഇങ്ങ കാണിക്കേ. ചോദിക്കുന്ന കേട്ടാ തോന്നൂലോ ഈ ബാഗിലോ അലമാരയിലോ രോഹിത്തിന്റെ എന്തോ വില പിടിച്ച സാധനങ്ങൾ ഇരിക്കുവാണെന്ന്. എന്റെ മോളുടെ അല്ലാത്ത എന്തേലും ഉണ്ടോ ഇതിനകത്ത്? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ, എന്ത് ബോംബാന്നറിയാലോ. നീ വഴിപിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ സത്യഭാമയും രോഹിത്തും അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ 9 മാസവും 9 ദിവസവും ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന് പ്രസവിച്ചവളാണ് നീ. ആ കുഞ്ഞാണ് പപ്പി. പക്ഷേ അത് രോഹിത്തിന്റെ കുഞ്ഞല്ലതാനും. കുഞ്ഞിനൊരച്ഛൻ വേണമല്ലോ ശ്യാമേ. അവരതിനെ തെരഞ്ഞു തുടങ്ങും. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പപ്പിമോൾ എന്റെ കുഞ്ഞല്ലാന്ന് പുറത്തറിയാം. പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? സ്വന്തം മോളാണെന്ന് കരുതി സ്നേഹിക്കുന്ന പപ്പിമോൾ വിഷ്ണുവേട്ടന്റെയും കുഞ്ഞിച്ചിയുടെയും കുഞ്ഞാണെന്നറിഞ്ഞ രോഹിത് സഹിക്കുമോ? ഒരിക്കലും ഇല്ല. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഈശ്വര, ഇതെനിക്കും മോൾക്കും സ്നേഹം കൊണ്ട് ഈ വീട്ടിലുള്ളവർ തന്ന ആഭരണങ്ങളാ. ഇതിൽ നിന്ന് കുറച്ചെടുക്കാം, എങ്കിലേ എനിക്ക് എൻ്റെ മോളെ സ്വന്തമാക്കിക്കൊണ്ട് നടക്കാൻ പറ്റൂ. നീ എന്തെടുക്കായിരുന്നു ശ്യാമേ? ചോദിച്ച കേട്ടില്ലേ, എന്ത് കള്ളത്തരം കാണിക്കരുന്നു? കള്ളത്തരോ? രോഹിത് എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ എന്റെ ബാഗ് നോക്കുന്ന എങ്ങനെയാ കള്ളത്തരാകുന്നേ? ആ ബാഗിൽ എന്താ കാണിച്ചേ?
ഇങ്ങ് കാണിക്കേ. ഹ, ചോദിക്കുന്ന കേട്ടാ തോന്നൂലോ ഈ ബാഗിലോ അലമാരയിലോ രോഗത്തിന്റെ എന്തോ വില പിടിച്ച സാധനങ്ങൾ ഇരിക്കുവാണെന്ന്. എന്റെ മോളുടെ അല്ലാത്ത എന്തേലും ഉണ്ടോ ഇതിനകത്ത്? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇത് പരിശോധിച്ചോ. എന്ത് ബോംബാന്നറിയാലോ. പരിശോധിക്കണ്ടേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നീ അതവിടെ വെച്ചിട്ട് വന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അത് പെട്ടെന്ന് ഉറക്കം തെളിച്ചപ്പോ ഞാൻ അറിയാതെ ഞെട്ടി. ഏതോ കള്ളന്മാർ അലമാര ഉറക്കണമെന്ന് വിചാരിച്ചു. ഞാനാണെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, ആദ്യത്തെ ഹാങ് ഓവർ മാറാൻ കുറച്ച് ടൈം എടുത്തു. അതാ. ഇറ്റ്സ് ഓക്കെ, വന്ന് കിടക്കാൻ നോക്ക് നീ. സ്പീഡ് കുറയ്ക്കണം മോളെ. എന്തിനാ? അല്ല, ഫയല് നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ചേക്കാം. വേണ്ട, ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളുള്ളതാ. ഈ ഫയൽ നോട്ടം അത്ര നല്ലതല്ല, കണ്ണു പോവും കേട്ടോ മോളെ. നാടിനും നാട്ടുകാർക്കും വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആളാ കളക്ടർ. കാഴ്ച ഇത്തിരി കുറയുമെന്ന് പറഞ്ഞ് ഫയല് നോക്കാതിരിക്കുന്നത് ശരിയാണോ? ജനങ്ങളുടെ എത്രയോ നീറുന്ന പ്രശ്നങ്ങള് ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്റെ മുന്നിൽ എത്തുന്നത്. അറിയാത്ത ആളാണോ രാമേട്ടൻ? ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമെന്നാ. ആരോഗ്യം കളഞ്ഞ പിന്നെന്ത് കാര്യം? ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ എനിക്കുണ്ട് രാമേട്ട. അത്ര പെട്ടെന്നൊന്നും ഈ ആരോഗ്യം ക്ഷയിക്കില്ല. മോളുടെ ഇഷ്ടം പോലെ ചെയ്താട്ടെ. എന്തായാലും ആ നാവിനോട് വാദിച്ചു ജയിക്കാനൊന്നും ഞാനില്ല. അതെ, ഇത് കുറെ നേരം ആയല്ലോ. നിങ്ങൾ ആഭരണം പണയത്തിനെടുക്കുന്നോ അതോ സ്വർണം ഒരച്ചെടുക്കുന്നോ? ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം രൂപയ്ക്കുള്ള ആഭരണം ഉള്ളതല്ലേ. ഓരോന്നും പരിശോധിച്ച് ബോധ്യപ്പെട്ടാലേ പണം തരാൻ പറ്റൂ. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് ബോധ്യപ്പെട്ടില്ലേ? പെട്ടെന്ന് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടാ വച്ചേ. കൊച്ചിന്റെ ഈ സ്വർണത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, കൊച്ചി നാട്ടുകാരി അല്ല, ഞങ്ങൾക്കാർക്കും പരിചയവും ഇല്ല. കൊള്ളയോ കൊലയോ മറ്റോ നടത്തി സ്വരുക്കൂട്ടിയ മുതലാണെങ്കിൽ ഞങ്ങളുടെ പണം പോകുമെന്ന് മാത്രമല്ല, കേസിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഞാൻ കൊള്ളയും കൊല്ലയും നടത്തിയ മുതൽ കൊണ്ടുവരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.